നമസ്തേ. ഞാൻ ജനിച്ചതുണ്ടല്ലോ മാർച്ച് 4 ഈ മാർച്ച് 4 വെച്ച് കഴിഞ്ഞാല് 4 വെച്ചാൽ രാഹു, മാർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് പൈസസ്. ഞാൻ പൈസസ് എന്നാ പറയാ, പൈസസ് ആണോ പീസസ് ആണോ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഈ രാഹു എനിക്ക് എന്താ തരണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാരണം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ കൊളാക്കിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഞാനായിട്ട് ആരെങ്കിലും വിഷമിപ്പിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് ഫിക്സ് ചെയ്യണം എന്ന് തോന്നും. അത് ഫിക്സ് ചെയ്യണമെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അതിപ്പോൾ എത്ര വർഷം മുമ്പ് നടന്ന കാര്യമാണെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സെൽഫ് ഗിൽട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ കാർന്നു തിന്നും. എനിക്കറിയാം, നന്നായിട്ട് അറിയാം സെൽഫ് ഗിൽട്ട് ഒരിക്കലും നല്ലൊരു കാര്യമില്ല. ബട്ട് അതെന്നെ ഭയങ്കരമായിട്ട് കാർന്നു തിന്നും. ഈ പൈസസ് എന്താ തരണമെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് വേണമെങ്കിൽ ഞാൻ ഭയങ്കര അത്യാവശ്യം റഫായിട്ടുള്ള ഒരാളാന്ന് തോന്നാം. പക്ഷെ ഉള്ളിൽ ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് വിഷമാവും. ഞാൻ കാരണം ആരെങ്കിലും ഹേർട്ടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് വിഷമാവും. എന്താ പറയാ, ആരെങ്കിലും പറഞ്ഞൊരു വാക്ക് എന്റെ മനസ്സിൽ കിടന്ന് എനിക്ക് വിഷമാവും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഞാൻ ഇപ്പൊ കുറെ കാലമായിട്ട് വിചാരിച്ചു ഞാൻ അങ്ങ് ഹീലായെന്നാ. കാരണം നമ്മൾ ഏത് സമയം ഇപ്പൊ പ്രാർത്ഥന, മെഡിറ്റേഷൻ, ജോലിയില് തിരക്കുകള്, റീഡിങ്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ബിസി ആയി പോയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങ് ഹീലായി. ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ്. അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലായിരുന്നു ഞാൻ. അൺടിൽ വൺ ഡേ ഞാൻ ഇരുന്ന് കരയണ വരെ. ഞാൻ ഇരുന്ന് കരയാണേ. ഞാൻ ജീവിതത്തിൽ ഭയങ്കര ഹാപ്പിയാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ദിവസം ഞാൻ ഇരുത്തത്തിന് കരയുന്നു. കരച്ചിൽ വെച്ചാൽ ഭയങ്കര കരച്ചില്ല. എന്റെ അമ്മ വന്ന് ചോദിക്കണം എന്താ പറ്റിയേ, എന്റെ ഫ്രണ്ട്സ് ചോദിക്കണം എന്താ നിനക്ക് പറ്റിയേ. എനിക്കൊരു ഉത്തരമില്ല. എനിക്കറിയാം ഞാൻ തൊണ്ട കരയണേന്ന്. പക്ഷെ അത് ഇവരോട് പറഞ്ഞു ഇവരൊക്കെ ഇരുന്ന് ചിരിക്കും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ കരയണത്. എന്നിട്ട് എനിക്കൊരു വിഷമം തോന്നിയപ്പോ ഞാൻ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഞാൻ കാരണം മുപ്പത് ഹേർട്ടായ എന്നൊരു തോട്ട് എൻ്റെ മനസ്സിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. സോ അതായിരുന്നു എന്നെ ട്രിഗർ ചെയ്തത്. അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു എന്നെ ട്രിഗർ ചെയ്തത്. ഞാൻ വന്നിട്ട് പോയി സോറി ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ കൊല്ലം മാറ്റി വെച്ച് ഞാൻ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് ഞാൻ നിൽക്കണേ. ഞാൻ സോറി ഒക്കെ പറഞ്ഞു. ബട്ട് എനിക്ക് തോന്നുന്നത് അത് ആ ഒരു വ്യക്തിനെ ബാധിക്കണ പോലും ഇല്ല. ഞാൻ ഓർക്കണ പോലും ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ പെയിൻ ക്യാരി ചെയ്യുന്നത് ഞാനാണ്. ഇത് എന്റെ പ്രശ്നമാണ്, വേറെ ആരും പ്രശ്നമല്ല. ഞാൻ തന്നെ എന്നെ ഹീലാക്കണം. എന്റെ വൂൺസ് ഞാൻ തന്നെ ഹീൽ ചെയ്യണം. എന്നെ ഹീൽ ചെയ്യാൻ ഒരാളും വരാൻ പോണില്ല. വിഷമിച്ചിരുന്ന ആർക്ക് പോയി? എനിക്ക് പോയി. സോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു 45 ദിവസം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള എല്ലാം ഒന്നും പറ്റിയെന്ന് അറിഞ്ഞൂടാ. ബട്ട് പറ്റണ അത്രയും ബോൺസ് ഒക്കെ ഹീലാക്കി എനിക്ക് എൻ്റെ ബെസ്റ്റ് വർഷം എനിക്ക് ഹാപ്പി ആവണം. ഐ ഡിസേർവ് ഹാപ്പിനെസ്. കാരണം ഞാൻ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ചെറുപ്പം മുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഐ ലോസ് മൈ ഡാഡ് വെൻ ഐ വാസ് ജസ്റ്റ് 5 years old. അതിന് ശേഷമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ അമ്മ അടിപൊളി ഒരു വ്യക്തിയാട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ്. ബട്ട് ഞങ്ങൾ രണ്ടുപേരും ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇമോഷണലി. അതിന്നൊക്കെ ഒരു പീസ്ഫുൾ സ്റ്റേജിലേക്ക് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സോ ഈ ഒരു ലൈഫാണെങ്കിൽ എനിക്ക് പണ്ടത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാട്ടോ, വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. എനിക്കും എൻ്റെ അമ്മയ്ക്കും എന്തോ ദൈവഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് സത്യം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് ലൈഫിൽ ഒരുപാട് പൊട്ട കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു ബാഡ് ടച്ചോ ബാഡ് വേർഡോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനത്തെ ഭാഗ്യം ഇപ്പം ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുള്ള ആൾക്കാർ മേ ബി നമ്മളോട് ദേഷ്യത്തിൽ പെരുമാറിയിട്ടുണ്ടാവാം, നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ മോശമായിട്ട് ആരും പെരുമാറിയിട്ടില്ല കുറച്ച് ഡേയ്സ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇടയ്ക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര ഒറ്റയ്ക്കാണ്, നമുക്കായിട്ട് ആരും ഇല്ല. അങ്ങനത്തെ വിഷമങ്ങളൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ വിഷമങ്ങൾ ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ പറയാ, എൻ്റെ ജീവിതം എനിക്ക് ഒരു വൂണ്ട് കാരണം കൊളാക്കി കളയണ്ട. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് വേർഷനിൽ എനിക്ക് ജീവിക്കാം. സോ ആ ഒരു ജേർണിയിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂട്. ഞാൻ എനിക്ക് കാണാൻ വേണ്ടി തന്നെ ഇടുക. അതിൽ കാണാച്ചാൽ കണ്ടോട്ടെ, അതിൽ കളിയൊക്കെ വെച്ചാലും എനിക്ക് അത്യാവശ്യം തൊലിക്കെട്ട് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സോ ഐ എം ഗോണ റീസ്റ്റാർട്ട് മൈ സോൾ.